ശരി സാർ. ആ നാളെ വൈകുന്നേരം വരെയാണ് ഈ കുഞ്ഞിനെ ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാട് വിടണം. എന്നിട്ട് എപ്പോൾ തിരിച്ചു വരും? എപ്പോഴാ തിരിച്ചു വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, മുരുകനെ വിളിക്കണ്ടേ? അവന് നമ്മുടെ കൂടെ വരാൻ നിൽക്കുകയല്ലേ? വിളിക്കാം. അണ്ണാ. ആ മുരുക, നീ എവിടെയാ? ഞാനിവിടെ തന്നെ ഉണ്ടോ അണ്ണാ? നാളെ വൈകുന്നേരം നമുക്ക് സ്ഥലം വിടണം. അതിനു മുമ്പ് നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആഭരണങ്ങളുമായിട്ട് നീ വരണം. നാളെയാണോ വരേണ്ടത്? എന്തുപറ്റി? അത് പിന്നെ നമ്മൾ ആഭരണങ്ങൾ വെച്ചിരുന്നത് അടച്ചിട്ടിരുന്ന ഫ്രീസിംഗ് പ്ലാന്റിലല്ലേ? 3-4 ദിവസം മുമ്പ് അവന്മാർ വീണ്ടും അത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തിരിക്കുന്ന ആഭരണങ്ങൾ അവന്മാർ കണ്ടുപിടിക്കില്ലേ? ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും ആഭരണങ്ങൾ എടുക്കണം. ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. രാത്രി അവിടുത്തെ പണിക്കാരുണ്ടാവും. പിന്നെന്ത് ചെയ്യാനാ? രാവിലെ അവന്മാർ ഫ്രീസിംഗ് പ്ലാന്റ് പൂട്ടിയിട്ടങ്ങ് പോവും. ആ സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും അകത്ത് കിടന്നോളാം. നാശം. എല്ലാം ഒത്തുവരുമ്പോഴാ ഏതെങ്കിലും രീതിയിലൊരു തടസ്സം കയറി വരുന്നത്. മുരുക, ഇപ്പം മുതൽ നാളെ വൈകുന്നേരം വരെ നിനക്ക് സമയമുണ്ട്. അതിനുള്ളിൽ ആ ആഭരണങ്ങളും എടുത്ത് ഞങ്ങളുടെ അടുത്ത് എത്തിയിരിക്കണം. കേട്ടല്ലോ? അണ്ണൻ പേടിക്കണ്ട. ഏതെങ്കിലും മാർഗത്തിലൂടെ ഞാൻ അകത്ത് കിടന്നോളാം. എന്നിട്ട് ആഭരണങ്ങളുമായിട്ട് ഞാൻ അങ്ങ് എത്തിക്കോളാം. ശരി. ആഭരണങ്ങൾ വെച്ചിരിക്കുന്ന ഫ്രീസിംഗ് പ്ലാന്റ് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയത്. രാത്രി മുഴുവൻ അവിടെ ആളുണ്ടായിരിക്കും എന്നാ പറയുന്നത്. എടാ, മുരുകൻ നമുക്കിട്ട് പണി വന്നാണല്ലേ? അതിനുള്ള ധൈര്യമൊന്നും അവനുണ്ടാവില്ല. ചതിച്ചാ ജീവൻ പോകുന്നവനെ നന്നായിട്ട് അറിയാം. നിങ്ങൾ പേടിക്കണ്ട, മുരുകൻ വന്നോളും. സൂര്യ, സൂര്യ, നേരം വെളുത്തു. ഗിരി, അവിടെ എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. അല്ല, നന്ദിനിയും മഞ്ജുവൊക്കെ ഏത് കണ്ടീഷനിലാണെന്ന് അറിയില്ലല്ലോ. നമ്മളെ CI പുറത്തു വിടില്ല. നമ്മളെ കൊടുക്കാൻ അയാൾക്ക് കൃത്യമായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. കാഞ്ചിമോളുടെ കാര്യം ആലോചിച്ചിട്ട് സങ്കടം തോന്നുന്നു. പുറത്തായിരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനെങ്കിലും ശ്രമിക്കായിരുന്നു. തൽക്കാലം ആർക്കെങ്കിലും നമ്മളോട് കനിവ് തോന്നിയാലേ രക്ഷയുള്ളൂ. സമീപ പ്രദേശങ്ങളിലെ 4 പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ ഇന്നലെ രാത്രി മുഴുവൻ ഈ നാട് അരിച്ചു പെറുക്കി. കുഞ്ഞിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത്രയും ഭദ്രമായിട്ടാ നീയൊക്കെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്, അല്ലടാ? സാറേ, എന്തിനാ സാറേ ഇങ്ങനൊരു കുറ്റം ഞങ്ങളുടെ മേലെ കെട്ടിവെക്കുന്നത്? ഞങ്ങളെ വിടണം സാർ. ഞങ്ങൾ ആ കുഞ്ഞിനെ തിരഞ്ഞു കണ്ടുപിടിക്കാം. ഓ, ഹീറോയിസം. ഞങ്ങള് പോലീസുകാർ തെരഞ്ഞിട്ട് കാണാത്ത ഏത് സ്ഥലത്താടാ നീയൊക്കെ തിരയാൻ പോകുന്നേ? അങ്ങനെ കുഞ്ഞിനെ കണ്ടുപിടിക്കാമെന്ന് നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ അതിനർത്ഥം നീയൊക്കെ തന്നെയല്ലോടാ പൂട്ടി വെച്ചിരിക്കുന്നത്. സാറേ, ഒരുപാട് ചോരത്തിളപ്പ് കാണിച്ചാലേ ഇന്നലെ നടന്നതൊക്കെ വീണ്ടും നടക്കും. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. പറഞ്ഞേക്കാം. ഗിരി, നമ്മൾ ശരിക്കും പെട്ടുപോയി. നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മളാണ് കുഞ്ഞിനെ കൊണ്ടുപോയെന്ന് ഇവരെല്ലാവരോടും പറഞ്ഞിരിക്കും.
മഞ്ജുവിനെ ഒന്ന് വിളിക്കാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. മഞ്ജു, ദേ ഒരെണ്ണം കൂടി, അതെടുക്ക. നന്ദിനി, മോൾ ഈ വഴിക്ക് പോയിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. കാഞ്ചുമോൾ അങ്ങനെ തനിച്ച് എങ്ങോട്ട് പോകാനാ മഞ്ജു? ഒരു സാധ്യത ക്ഷേത്രത്തിനടുത്ത് ബഹളം നടന്നപ്പോഴേ കുഞ്ഞ് പേടിച്ചോടിപ്പോവാനാ. അതല്ലെങ്കിൽ കുഞ്ഞിനെ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയതായിരിക്കാം. വാ. എന്തായാലും കുഞ്ഞ് ഈ വഴിയിലൂടെ തന്നെയാ പോയിട്ടുള്ളത്. നമുക്ക് വൈഷ്ണവി മരത്തിനോട് പോയി പറഞ്ഞാലോ? വരട്ടെ, എവിടം വരെ ഇത് പോയിട്ടുണ്ടെന്ന് നമുക്ക് പോയി നോക്കാം. കുഞ്ഞെവിടെയെങ്കിലും പേടിച്ചൊളിച്ചിരിക്കുകയാണെങ്കിലോ നമുക്ക് തന്നെ അത് കണ്ടെത്താൻ പറ്റും. നന്ദിനി, ദേ. നന്ദിനി, കുഞ്ഞിനെ നമ്മൾ തന്നെ കണ്ടെത്തും. നീ വാ. പ്രകാശ്, കണ്ടു നമ്മുടെ മോളെ? എന്തായി? പോലീസുകാർ സെർച്ച് ചെയ്തോണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാന്ന് അവര് പറയുന്നത്. താനിങ്ങനെ കരയിലടോ. എന്താഗ്രഹം ഉണ്ടെങ്കിലും ഏതു നിമിഷവും സാധിച്ചിരാന്ന് പറയുന്ന എനിക്ക് ഇപ്പൊ ഒന്നും സാധിക്കുന്നില്ലല്ലോ ദൈവമേ. വിളിക്കാവുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് മുഴുവൻ വിളിപ്പിച്ചു. അതിർത്തിയിലെല്ലാം കനത്ത ചെക്കിംഗ് ഏർപ്പെടുത്തി. ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളൊക്കെ അവരെ അരിച്ചു പറക്കുക. എവിടെയോ